നമസ്കാരം. നഴ്സസ് മോട്ടീവ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് മസിൽസ് ഓഫ് ദ പെരീനിയം നോക്കാം. ദ പെരീനിയം ഈസ് ദ റീജിയൻ ഓഫ് ദ ട്രങ്ക് ഇൻഫീരിയർ ടു ദ പെൽവിക് ഡയഫ്രം. ഈ ട്രങ്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? ട്രങ്ക് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ മെയിൻ പാർട്ട് ഓഫ് ദ ബോഡി ദാറ്റ് കണ്ടെയ്ൻസ് ദ ചെസ്റ്റ്, അബ്ഡോമൻ, പെൽവിസ് ആൻഡ് ബാക്ക്. ചെസ്റ്റും അബ്ഡോമനും പെൽവിസും ബാക്കും ഉൾപ്പെടുന്ന മെയിൻ പാർട്ട് ഓഫ് ദ ബോഡിനെയാണ് ട്രങ്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഈ മെയിൻ പാർട്ട് ഓഫ് ദ ബോഡി ആയ ട്രങ്കിലുള്ള ഒരു റീജിയനാണ് പെരീനിയം. എവിടെയായിട്ട് വരും? ഇൻഫീരിയർ ടു ദ പെൽവിക് ഡയഫ്രം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പെൽവിക് ഡയഫ്രം എന്താണെന്ന് പഠിച്ചു. അതിൻ്റെ ഇൻഫീരിയർ ഭാഗത്തായിട്ടാണ് ഈ പെരീനിയം ഉള്ളത്. ഈ പെരീനിയത്തിന് ഒരു ഡയമണ്ട് ഷേപ്പാണ്. ഇറ്റ് ഈസ് എ ഡയമണ്ട് ഷേപ്ഡ് ഏരിയ ദാറ്റ് എക്സ്റ്റെൻസ് ഫ്രം. ഈ ഡയമണ്ട് ഷേപ്പ് എവിടുന്ന് മുതൽ എവിടം വരെയാണ് എക്സ്റ്റെൻഡ് ചെയ്യുന്നതെന്നാണ് പറയുന്നത്. ആദ്യം ആൻറ്റീരിയർ പറയുക, പിന്നെ പോസ്റ്റീരിയർ പറയുക, പിന്നെ ലാറ്ററൽ പറയുക. ആൻറ്റീരിയർ ഭാഗത്ത് പ്യൂബിക് സിംഫൈസിസ്, പോസ്റ്റീരിയർ ഭാഗത്ത് കോക്സിക്സും, രണ്ട് ലാറ്ററൽ ഭാഗത്ത് ട്യൂബറോസിറ്റീസും. ഞാൻ പിക്ചർ കാണിച്ചു തരാം, അപ്പം കുറച്ചും കൂടി ക്ലിയർ ആവും. ഇതിൻ്റെ അകത്ത് നോക്ക്, ഇത് ഇൻഫീരിയർ വ്യൂ ആണ്. ഇൻഫീരിയർ വ്യൂ ആയതുകൊണ്ട് ആൻറ്റീരിയർ ഭാഗം മുകളിലും പോസ്റ്റീരിയർ ഭാഗം താഴെയാണ് വരിക. പിന്നെ രണ്ട് ലാറ്ററൽ സൈഡ്. ഇവിടെ പ്യൂബിക് സിംഫൈസിസ് മുകളിലും കോക്സിക്സ് താഴെയും, രണ്ട് സൈഡിൽ ലാറ്ററൽ ഭാഗത്ത് ഇസ്കിയൽ ട്യൂബറോസിറ്റീസും മാർക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ, നെക്സ്റ്റ് എന്താ പറയുന്നത്? ഈ രണ്ട് ഇസ്കിയൽ ട്യൂബറോസിറ്റീസ് തമ്മിൽ ബന്ധിപ്പിക്കുന്ന രീതിയിൽ ഒരു ട്രാൻസ്വേഴ്സ് ലൈൻ വരക്കുവാണെങ്കിൽ നമ്മൾ ഈ പെരീനിയം മുകൾ ഭാഗവും താഴ്ഭാഗവുമായിട്ട് ഡിവൈഡായി. മുകൾ ഭാഗത്തിന് നമ്മൾ ആൻറ്റീരിയർ യൂറോ ജെനൈറ്റൽ ട്രയാങ്കിൾ എന്നാണ് പറയാം. അവിടെയാണ് എക്സ്റ്റേണൽ ജെനൈറ്റൽസ് ഉണ്ടാവുക. ആൻഡ് പോസ്റ്റീരിയർ ആനൽ ട്രയാങ്കിൾ, താഴത്തെ ഭാഗത്തിന് നമ്മൾ പോസ്റ്റീരിയർ ആനൽ ട്രയാങ്കിൾ എന്ന് പറയും. അവിടെയാണ് ആനസ് കാണുന്നത്. ഇനി ഈ ആനസിൻ്റെ ആൻറ്റീരിയർ ഭാഗത്തുള്ള ഒരു മസ്കുലാർ ഇൻ്റർസെക്ഷനെയാണ് നമ്മൾ പെരീനിയൽ ബോഡി എന്ന് പറയുന്നത്. പെരീനിയത്തിൻ്റെ പെരീനിയൽ ബോഡി. ഓക്കെ, ആ ഇൻ്റർസെക്ഷൻ, മസ്കുലാർ ഇൻ്റർസെക്ഷനിലാണ് ഒരുവിധം എല്ലാ പെരീനിയൽ മസിൽസും ഇൻസേർട്ട് ചെയ്യുന്നത്. നമുക്കിനി ജസ്റ്റ് നോട്ട്സ് നോക്കാം. കൂടുതൽ അത് വിശദീകരിച്ചാൽ ഇപ്പോൾ ശരിയാവില്ല. കാരണം ഇത് നമുക്ക് റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിൻ്റെ അകത്ത് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്. അന്നേരം നല്ലപോലെ പറഞ്ഞുതരാം. ഇപ്പം ജസ്റ്റ് ഇത്ര മാത്രം മനസ്സിലാക്കിയാൽ മതി. ദ പെരീനിയൽ ബോഡി ഓഫ് ദ പെരീനിയം, അതായത് മസ്കുലാർ ഇൻ്റർസെക്ഷൻ ആൻറ്റീരിയർ ടു ദ ആനസ്, അവിടെയാണ് പെരീനിയൽ മസിൽസ് ഇൻസേർട്ട് ആവുന്നത്. ഇത്രയും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി നെക്സ്റ്റ് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ക്ലിനിക്കലി ദ പെരീനിയം ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ടു ഫിസിഷ്യൻസ് ഹു കെയർ ഫോർ വിമൺ ഡ്യൂറിങ് പ്രഗ്നൻസി ആൻഡ് ട്രീറ്റ് ഡിസോർഡേഴ്സ് റിലേറ്റഡ് ടു ദ ഫീമെയിൽ ജെനൈറ്റൽ ട്രാക്ട്, യൂറോ ജെനൈറ്റൽ ഓർഗൻസ് ആൻഡ് ദ ആനോറെക്ടൽ റീജിയൻ. ഇതെല്ലാമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഫിസിഷ്യൻസിന് ഈ ഒരു പാർട്ട്, പെരീനിയം എന്ന് പറഞ്ഞ പാർട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ടതാണ്. ഈ അനാട്ടമി അവർക്ക് നന്നായിട്ട് അറിഞ്ഞിരിക്കണം, അനാട്ടമി ആൻഡ് ഫിസിയോളജി. ഇത് ജസ്റ്റ് നിങ്ങളെ അറിവിലേക്ക് വേണ്ടിയിട്ട് പറഞ്ഞതാണ്. ഇനി നമുക്ക് മസിൽസ് ഓഫ് ദ പെരീനിയം നോക്കാം. ഈ മസിൽസ് ഓഫ് ദ പെരീനിയം ആർ അറേഞ്ച്ഡ് ഇൻ 2 ലെയേഴ്സ്. 2 ലെയറായിട്ടാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്, സൂപ്പർഫിഷ്യൽ ആൻഡ് ഡീപ്പ്. അവിടെ 3 ഡോട്ട്, ബ്ലൂ കളർ ഡോട്ടായിട്ട് മാർക്ക് ചെയ്തതാണ് സൂപ്പർഫിഷ്യൽ മസിൽസ്. അതിൻ്റെ പേര് സൂപ്പർഫിഷ്യൽ ട്രാൻസ്വേഴ്സ് പെരീനിയൽ, ബൾബോ സ്പോഞ്ചിയോസസ് ആൻഡ് ഇസ്കിയോ കവേർനോസസ്. ഇത് ഫീമെയിൽ പെരീനിയത്തിൻ്റെത്, ഇത് മെയിൽ പെരീനിയത്തിൻ്റെത്. ഒന്നും കൂടി പറയാം. ദ മസിൽസ് ഓഫ് ദ പെരീനിയം ആർ അറേഞ്ച്ഡ് ഇൻ 2 ലെയേഴ്സ്, സൂപ്പർഫിഷ്യൽ ആൻഡ് ഡീപ്പ്. അതിൽ സൂപ്പർഫിഷ്യൽ ലെയറിൽ വരുന്നതാണ് ട്രാൻസ്വേഴ്സ് പെരീനിയൽ, ബൾബോ സ്പോഞ്ചിയോസസ് ആൻഡ് ഇസ്കിയോ കവേർനോസസ്. അപ്പോൾ പെരീനിയൽ മസിൽസ് 2 ലെയറായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞാൽ സൂപ്പർഫിഷ്യലും ഡീപ്പും. അതിൽ സൂപ്പർഫിഷ്യൽ 3 പറഞ്ഞു കഴിഞ്ഞു. ഇനി നമുക്ക് നെക്സ്റ്റ് ഡീപ്പ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഡീപ്പിൽ മെയിൽസിലുള്ള ഡീപ്പ് മസിൽസ് ഓഫ് ദ മെയിൽ പെരീനിയം ആർ, അവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട് ഗ്രീൻ കളറിൽ, ഡീപ്പ് ട്രാൻസ്വേഴ്സ് പെരീനിയൽ ആൻഡ് എക്സ്റ്റേണൽ യുറീത്രൽ സ്ഫിങ്ക്റ്റർ. താഴെ ഗ്രീൻ കളർ ഡോട്ടിൽ മാർക്ക് ചെയ്തതാണ് ഡീപ്പ് ട്രാൻസ്വേഴ്സ് പെരീനിയലും, മുകളിൽ ഗ്രീൻ കളറിൽ മാർക്ക് ചെയ്തതാണ് എക്സ്റ്റേണൽ യുറീത്രൽ സ്ഫിങ്ക്റ്ററും. ഇത് മെയിൽ പെരീനിയത്തിൻ്റെയാണ് പറയുന്നത്. ഇനി നെക്സ്റ്റ് ഡീപ്പ് മസിൽസ് ഓഫ് ദ ഫീമെയിൽ പെരീനിയത്തിൻ്റെത് കംപ്രസർ യുറീത്രേ, സ്ഫിങ്ക്റ്റർ യുറീത്രോ വെജൈനാലിസ് ആൻഡ് എക്സ്റ്റേണൽ യുറീത്രൽ സ്ഫിങ്ക്റ്റർ. ഇതിൽ ഗ്രീൻ കളറിൽ ഏറ്റവും മുകളിൽ മാർക്ക് ചെയ്തതാണ് എക്സ്റ്റേണൽ യുറീത്രൽ സ്ഫിങ്ക്റ്റർ. ഏറ്റവും താഴെ മാർക്ക് ചെയ്തത് സ്ഫിങ്ക്റ്റർ യുറീത്രോ വെജൈനാലിസ്. അതിൻ്റെ മിഡിലായിട്ടുള്ളതാണ് കംപ്രസർ യുറീത്രേ. ഇനി നമുക്ക് ഡീപ്പ് മസിൽസിൻ്റെ നോട്ട്സ് നോക്കാം. ദ ഡീപ്പ് മസിൽസ് ഓഫ് ദ മെയിൽ പെരീനിയം ആർ ദ ഡീപ്പ് ട്രാൻസ്വേഴ്സ് പെരീനിയൽ ആൻഡ് എക്സ്റ്റേണൽ യുറീത്രൽ സ്ഫിങ്ക്റ്റർ. ഇനി ഡീപ്പ് മസിൽസ് ഓഫ് ദ ഫീമെയിൽ പെരീനിയം ഏതൊക്കെയാണ്? കംപ്രസർ യുറീത്രേ, സ്ഫിങ്ക്റ്റർ യുറീത്രോ വെജൈനാലിസ് ആൻഡ് എക്സ്റ്റേണൽ യുറീത്രൽ സ്ഫിങ്ക്റ്റർ. നിങ്ങൾ ആ പിക്ചർ നോക്കിയിട്ട് പഠിക്കണം കേട്ടോ. ഇനി നമുക്ക് പെരീനിയൽ മസിൽസിൻ്റെ ഫങ്ഷൻസ് നോക്കാം. ദ ഡീപ്പ് മസിൽസ് ഓഫ് ദ പെരീനിയം അസിസ്റ്റ് ഇൻ യൂറിനേഷൻ ആൻഡ് ഇജാക്കുലേഷൻ ഇൻ മെയിൽസ് ആൻഡ് യൂറിനേഷൻ ആൻഡ് കംപ്രഷൻ ഓഫ് ദ വെജൈന ഇൻ ഫീമെയിൽസ്. ഓക്കെ, ഡീപ്പ് മസിൽസിൻ്റെ ഫങ്ഷൻസ് എന്തൊക്കെയാണ്? മെയിൽസിന് യൂറിനേഷൻ ആൻഡ് ഇജാക്കുലേഷനും ഫീമെയിൽസിന് യൂറിനേഷൻ ആൻഡ് കംപ്രഷൻ ഓഫ് ദ വെജൈനയും.
പിന്നെ നെക്സ്റ്റ് എന്താ പറയുന്നത്, ദ എക്സ്റ്റേണൽ ആനൽ സ്ഫിങ്ക്റ്റർ ക്ലോസ്ലി അദീർസ് ടു ദ സ്കിൻ അറൗണ്ട് ദ മാർജിൻ ഓഫ് ദ ആനസ്. ആനസിൻ്റെ മാർജിൻ്റെ അടുത്തായിട്ട് അതിൻ്റെ സ്കിന്നിലാണ് ഇത് അദീർ എന്ന് പറഞ്ഞാൽ പറ്റി പിടിച്ച് നിൽക്കുക. ദ എക്സ്റ്റേണൽ ആനൽ സ്ഫിങ്ക്റ്റർ അതിൻ്റെ ഫംഗ്ഷൻ എന്താണെന്ന് വെച്ചാൽ ഇറ്റ് കീപ്സ് ദ ആനൽ കനാൽ ആൻഡ് ആനസ് ക്ലോസ്ഡ് എക്സെപ്റ്റ് ഡ്യൂറിങ് ഡീഫിക്കേഷൻ. ഡീഫിക്കേഷൻ അല്ലാത്ത ടൈമിലെല്ലാം നമ്മളെ ആനസിനെയും ആനൽ കനാലിനെയും ക്ലോസ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന മസിലാണ് എക്സ്റ്റേണൽ ആനൽ സ്ഫിങ്ക്റ്റർ. ഇനി ജസ്റ്റ് നിങ്ങൾ ഇത് ഞാൻ വിശദീകരിക്കുന്നതിൽ അപ്പോഴത്തെയും പോലെ തന്നെ ടേബിൾ തന്നിട്ടുണ്ട്. അതിൽ ഓരോ മസിൽസും അതിൻ്റെ ഒറിജിനും ഇൻസേർഷനും ആക്ഷനും ഇന്നർവേഷനും ഉണ്ട്. അതെല്ലാം നിങ്ങൾ നോക്കിയിട്ട് ബൈ ഹാർട്ടായിട്ട് പഠിക്കണം, മനസ്സിലാക്കണം, എന്നിട്ട് ബൈ ഹാർട്ടായിട്ട് പഠിക്കണം. അതും കൂടി പഠിച്ചു കഴിഞ്ഞതിന് ശേഷം ഞാൻ എപ്പോഴും പറയുന്നത് പോലെ നിങ്ങൾ ഈ മസിൽസിനെ അറേഞ്ച് ചെയ്യുക. എങ്ങനെ? അക്കോർഡിംഗ് ടു ദെയർ ആക്ഷൻ. ഒന്നാമത്തത് എക്സ്പൾഷൻ ഓഫ് ദ യൂറിൻ ആൻഡ് സെമൻ, അതിന് ഹെൽപ്പ് ചെയ്യുന്ന മസിൽസ് ഏതൊക്കെയാണ്? രണ്ടാമത് ഇറക്ഷൻ ഓഫ് ദി ക്ലിറ്റോറിസ് ആൻഡ് പെനിസ്, അതിന് ഹെൽപ്പ് ചെയ്യുന്ന മസിൽസ് ഏതൊക്കെയാണ്? അങ്ങനെ എല്ലാം 4 എണ്ണവും നിങ്ങൾ ചെയ്യാം. പിന്നെ എപ്പോഴും പറയുന്നത് പോലെ സെയിം മസിൽസ് മേ ബി മെൻഷൻഡ് മോർ ദാൻ വൺസ്. സെയിം മസിൽസ്, അതായത് മുകളിലുള്ള ഫംഗ്ഷന് ഹെൽപ്പ് ചെയ്യുന്ന മസിൽ തന്നെ താഴെയുള്ള ഫംഗ്ഷനെയും കൂടി ഹെൽപ്പ് ചെയ്യാൻ സാധ്യതയുണ്ട്. അപ്പം റിപ്പീറ്റായിട്ട് എഴുതിയാലും കുഴപ്പമൊന്നുമില്ല. അതുപോലെ എപ്പോഴും പറയുന്നത് പോലെ നിങ്ങൾ പഠിക്കുമ്പം ഓർഡറിൽ തന്നെ പഠിക്കുക. ഫസ്റ്റ് യൂണിറ്റ് പഠിച്ച് സെക്കൻഡ് യൂണിറ്റ് പഠിച്ച് ഞാൻ പഠിപ്പിക്കുന്ന അതേ ഓർഡറിൽ പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ലപോലെ മനസ്സിലാവും. അനാട്ടമീൻ്റെ പ്ലേലിസ്റ്റ് ഉണ്ട്, സ്കെൽറ്റൽ സിസ്റ്റത്തിൻ്റെ പ്ലേലിസ്റ്റ് ഉണ്ട്, മസ്കുലർ സിസ്റ്റത്തിൻ്റെ പ്ലേലിസ്റ്റ് ഉണ്ട്. നിങ്ങൾ പ്ലേലിസ്റ്റ് വെച്ചിട്ട് ഓർഡറിൽ തന്നെ പഠിക്കുക. ഓക്കെ, എന്നിട്ട് നിങ്ങൾക്ക് പഠിക്കാൻ കുറച്ചും കൂടി ഈസി ആയിരിക്കും. ഓർഡറിൽ പഠിക്കുമ്പം ഡൗട്ട് വരില്ല. അങ്ങനെ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ മസിൽസ് ഓഫ് ദി പെരീനിയാണ് നോക്കിയത്. കൂടുതൽ പെരീനിയൽ മസിൽസിനെ പറ്റിയിട്ട് നമ്മൾ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം എന്ന് പറഞ്ഞ യൂണിറ്റിൻ്റെ അകത്ത് പഠിക്കും. ഇപ്പം നിങ്ങൾ ഇത്ര മാത്രം പഠിച്ചാൽ മതി. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ചോദിക്കട്ടെ. താങ്ക് യു.